അസ്സലാമു അലൈക്കും. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമല്ലേ? എല്ലാവർക്കും ഫാത്തിമ സിയമ്മ വ്ളോഗിലേക്ക് സ്വാഗതം. പ്രവർത്തിക്കുക, പ്രാർത്ഥിക്കുക അല്ലേ? അപ്പം നമ്മളിന്ന് വന്നത് നമ്മളെ ഓർക്കിഡ് വിശേഷങ്ങളുമായിട്ടാണ് കേട്ടോ. കുറേ ആയി ഓർക്കിഡിൻ്റെ വീഡിയോസൊന്നും നമ്മൾ ചെയ്യാണ്ട്, പിന്നെ അല്ലാത്ത ബോഗൺ വില്ലകളും പിന്നെ അല്ലാത്ത ഓരോ വീഡിയോസൊക്കെ ആയിട്ട് അങ്ങനെ പോവുകയാണ് കേട്ടോ. അപ്പോൾ നമ്മളെ പ്ലാന്റുകളാണ് നമ്മൾ കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ ഒരു നല്ല ഹെൽത്തിയായ പ്ലാന്റുകൾ തന്നെയാണ് നമ്മളെ കയ്യിലുള്ളത് കേട്ടോ. കുറച്ച് പ്ലാന്റുകളെ ഉള്ളെങ്കിലും അത് നല്ല ഹെൽത്തിയായ പ്ലാന്റുകൾ തന്നെയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ സെയിൽ ചെയ്യുന്നുണ്ട് കേട്ടോ. ഈ ഒരു വലുപ്പത്തിലുള്ള ഇങ്ങനെ പൂക്കളോട് കൂടിയ ചെടിയാണ് നമ്മൾ സെയിൽ ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് പ്ലാന്റിൻ്റെ ഒരു വലുപ്പം. പിന്നെ എങ്ങനെയാണ് നമ്മൾ ചെടികൾ തൈകളാക്കി എടുക്കുന്നതെന്നുള്ള അതും കൂടി നമ്മൾ ഇതിൽ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. നിങ്ങളെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റ് ചെയ്യണം കേട്ടോ. തീർച്ചയായിട്ടും എന്തൊക്കെ നിങ്ങൾക്ക് സംശയങ്ങൾ ഉണ്ടെങ്കിലും നിങ്ങൾക്കത് ചോദിക്കാം. എല്ലാം ഒന്നും എനിക്ക് അറിയില്ലെങ്കിലും അറിയുന്ന കാര്യങ്ങൾ അറിയുന്ന പോലെ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരും കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മളെ ഓർക്കിഡ് തൈ വരുന്നത്. ഇതിന് വില വരുന്നത് 350 രൂപയാണ് കേട്ടോ വില വരുന്നത്. പിന്നെ 3 സ്റ്റെമ്മോട് കൂടിയ തൈകൾ തന്നെയാണ്, നല്ല ഹെൽത്തിയായ നമ്മളിപ്പോൾ കാണിച്ചില്ലേ അതേപോലത്തെ തൈകൾ തന്നെയാണ്. പിന്നെ എല്ലാത്തിലൊന്നും ഫ്ലവർ മുട്ടുകളും ഒന്നും ഇല്ല കേട്ടോ. തൈ ഞാൻ കാണിച്ച അതേ തൈകളാണെങ്കിലും 1-2 മുട്ടുകളും പൂക്കളും ഒക്കെ വന്നിട്ടുള്ളൂ. ബാക്കിയൊക്കെ ഈ വർഷം തന്നെ പൂക്കളും മുട്ടുകളും വരാനായ തൈകൾ തന്നെയാണ് കേട്ടോ ഉള്ളത്. പിന്നെ അതുപോലെ തന്നെ ഈ ചെടികളൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ, നിങ്ങളെ ഫാമിലിയിൽ ചെടികൾ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് നമ്മളെ വീഡിയോസൊക്കെ അയച്ചു കൊടുക്കുക കേട്ടോ. പിന്നെ ഇതുവരെ ഇതിനിപ്പോൾ ഒരു 6 മാസം പോരായി കേട്ടോ. യാതൊരു എന്താ പറയുക വളങ്ങളും ചെയ്യാണ്ട് എന്നിട്ട് നമ്മളെ ചെടി നല്ല ഹെൽത്തി ആയിട്ട് തന്നെ ഉണ്ട്. നേരത്തെ കാണിച്ച പോലെ തന്നെ ഈ ഒരു ചെടിയാണ് നമ്മൾ സെയിലിനായിട്ട് ചെയ്യുന്നത്. നല്ല വലുപ്പമുള്ള നല്ല പ്ലാന്റുകൾ തന്നെയാണ് കേട്ടോ. നല്ല ഹെൽത്തിയായ നിങ്ങൾക്ക് വീട്ടിലവിടെ വെച്ചാൽ മതി. പിന്നെ നിങ്ങൾ എന്തെങ്കിലും വളങ്ങൾ എപ്പോഴെങ്കിലും ചെയ്താൽ മതി. പോട്ട് 1 വർഷത്തേക്ക് ഈ പോട്ട് മാറ്റേണ്ട ആവശ്യം തന്നെ ഇല്ല കേട്ടോ. ഇതിൽ തന്നെ നല്ലപോലെ ഇനിയും ബുഷായിട്ട് ചെടികൾ വരും. പിന്നെ അഥവാ നിങ്ങൾക്ക് തൈകളാക്കണമെങ്കിൽ ഇതിന്ന് വേറെ തൈകൾ ഇതിന്ന് ചെറിയ തൈകൾ മാറ്റി തൈകളാക്കാനും പറ്റും കേട്ടോ. അത്രയും നല്ല ഹെൽത്തിയായ തൈകൾ തന്നെയാണുള്ളത്. പിന്നെ അതുപോലെ നമുക്ക് ഇതൊക്കെ ഇതിൻ്റെ ഓർക്കിഡിൻ്റെ തൈകൾ തന്നെയാണ് കേട്ടോ വരുന്നത്. അപ്പോൾ പിന്നെ ഇതിന് നമ്മൾ വളങ്ങൾ ചെയ്യലെന്ന് വെച്ചാൽ NPK വളങ്ങൾ ചെയ്യലുണ്ട്. പിന്നെ അതുപോലെ ഇതാണ് കേട്ടോ നമ്മൾ ഇപ്പോൾ കാണിച്ച സെയിലിനായിട്ടുള്ള വെറൈറ്റി സോണിയാണ് കേട്ടോ. പിന്നെ നമ്മൾ ആദ്യമായിട്ട് ഓർക്കിഡുകളൊക്കെ വാങ്ങുന്നവരാണെങ്കിൽ സോണിയ വെറൈറ്റി വാങ്ങി നട്ട് പിടിപ്പിച്ച് അതിനെപ്പറ്റി നമ്മൾ ഏത് ചെടിയാണെങ്കിലും അതിനെപ്പറ്റി ഒന്ന് പഠിച്ചെടുക്കാനുണ്ട് കേട്ടോ. അതിൻ്റെ പോട്ടിങ്ങും പിന്നെ അതിൻ്റെ എന്താ പറയുക അതിൻ്റെ പരിചരണങ്ങളൊക്കെ നല്ലപോലെ പഠിച്ചെടുത്തിട്ട് വേണം കൂടുതൽ ചെടി നമ്മൾ നട്ടുപിടിപ്പിക്കാൻ. അല്ലെങ്കിൽ ഒരുപാട് പൈസ നമുക്ക് നഷ്ടം വരും കേട്ടോ. ഇതൊക്കെ കണ്ടില്ലേ, നല്ല ഇത് 2 സ്റ്റെമ്മേ ഉള്ളെങ്കിലും അതുള്ളത് നല്ല കരുത്തിലുള്ള നല്ല ഒരു പ്ലാന്റ് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇതിന് 300 രൂപയാണ് കേട്ടോ വരുന്നത്. ഈ ഒരു പ്ലാന്റിന് 300 രൂപയാണ് വരുന്നത്. പിന്നെ അതുപോലെ തന്നെ പിന്നെ നമ്മൾ തൈകളാക്കുന്ന വീഡിയോസ് നമ്മൾ തൈകളാക്കുന്നതല്ല നമ്മളെങ്ങനെയാണ് ചെയ്യലെന്നുള്ള ഇതിൽ നിങ്ങൾക്ക് പറഞ്ഞു തരാം കേട്ടോ. അപ്പോൾ ഈ ഒരു പൂക്കൾ കണ്ടില്ല, ഇതാണ് നമ്മൾ ആദ്യമേ ഉണ്ടായിന് സോണിയ വെറൈറ്റി പൂക്കൾ. ഇതിന് നല്ല ഡിമാൻഡുള്ള തൈകളാണ്, എന്നും ഡിമാൻഡുള്ള പൂക്കളും തൈകളാണ്. കാരണം ഇതിൻ്റെ പൂക്കൾ നമ്മളെ ഈ ബൊക്ക അങ്ങനത്തെ സംഭവത്തിനൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ ഇത് വിദേശത്തേക്ക് കയറ്റി അയക്കുന്നുണ്ട് കേട്ടോ. പിന്നെ അത് തന്നെയല്ല, ബോംബെ പോലത്തെ സ്ഥലങ്ങളിലേക്കും ഹോട്ടലിലൊക്കെ ഡെക്കറേഷൻ ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ റൂംസൊക്കെ ഡെക്കറേഷൻ ചെയ്യാൻ വേണ്ടിയൊക്കെ നമ്മളെ നാട്ടിൽ നിന്നൊക്കെ കയറ്റി അയക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ പൂക്കൾ കട്ട് ഫ്ലവറിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു ചെടി തന്നെയാണ് സോണിയ. പണ്ടേ ഉപയോഗിക്കുന്ന വൈറ്റ് വയലറ്റ് അതൊക്കെ അങ്ങനെ ഉപയോഗിക്കുന്നത്. പിന്നെ കുറേ കാലം ഈ ഫ്ലവർ ഇങ്ങനെ കേടാവാണ്ട് നിൽക്കും, അതാണ് അത് ഉപയോഗിക്കാൻ കാരണം.
അപ്പം പിന്നെ നമ്മളടുത്ത് വരുന്നത് ഇതൊരു ഫെലനോപ്സിസിന് മുട്ട് വന്നതാണ്. പിന്നെ അത് അതുകൊണ്ട് ഒരു ഫെലനോപ്സിസിൻ്റെ പൂവാണ്. ഞാൻ പറഞ്ഞല്ലോ മരുന്നുകളൊന്നും ചെയ്യാത്തതുകൊണ്ടായിരിക്കും പൂക്കൾ കുറവാണ്. പിന്നെ വരുന്നത് ഈ ഒരു വെറൈറ്റിയാണ് കേട്ടോ വരുന്നത്. പിന്നെ അതുപോലെ തന്നെ ഇതാണ് നമ്മൾ കട്ട് ചെയ്ത് വെച്ച കമ്പുകൾ. തൈകളൊക്കെ മുളച്ച് വരുന്നുണ്ട്. നല്ല ഹെൽത്തി ആയ തൈകൾ തന്നെയാണ് ഉണ്ടാവുന്നതും. ഇനി ഒരുപാട് തൈകൾ ഉണ്ടാവാനുണ്ട്. ഒരു സ്റ്റെമ്മിൽ തന്നെ നമുക്ക് ഒരുപാട് തൈകൾ കിട്ടും കേട്ടോ. ഇങ്ങനെ വെച്ചാൽ നമുക്ക് ഒരു സ്റ്റെമ്മിൽ നിന്ന് ഒരുപാട് തൈകൾ പിടിച്ച് കിട്ടും കേട്ടോ. ഇതുപോലെയുള്ള ചെടീൻ്റെ കമ്പും വന്ന് ഞാൻ കട്ട് ചെയ്ത് എടുത്തിട്ടാണ് ആ കമ്പുകൾ തൈയാൻ വേണ്ടി വെച്ചത്. കണ്ടില്ലേ, ഇതുപോലെയുള്ള കമ്പുകൾ കട്ട് ചെയ്ത് എടുത്ത ശേഷം നമ്മൾ ഇങ്ങനത്തെ കമ്പുകളാണ് കേട്ടോ കട്ട് ചെയ്തെടുക്കുന്നത്. ഇതിപ്പോൾ ഒരു പൂ വന്ന തണ്ടാണ്. പൂ കഴിഞ്ഞാൽ പിന്നെ അതിന്മേൽ ഒരു ഇല പോലും ഇല്ലാത്തതാണ്. അപ്പോൾ ഇത് വെറുതെ ഇങ്ങനെ കുറേ കാലം ഇങ്ങനെ നിൽക്കുക ചെയ്യുക. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് കട്ട് ചെയ്ത് എടുത്തിട്ട് അത് നമ്മൾ പിന്നെ ഇവിടെ വെച്ചിട്ട് കട്ട് ചെയ്യും കേട്ടോ. എന്നിട്ട് നമ്മളത് ഇതുപോലെ ചകിരിത്തുമ്പുകളും ചോറും ഒക്കെ ഉള്ള അതിങ്ങനെ വെച്ചിട്ട് അതിലേക്ക് വെച്ച് കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. എന്നിട്ട് നനച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ തൈകൾ ആയി വരികയാണ് കേട്ടോ ചെയ്യുന്നത്. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾ ചകിരി ചോറും തുമ്പൊക്കെ എടുക്കുമ്പോൾ അത് കുറച്ച് ദിവസം വെള്ളത്തിലിട്ട് അതിൻ്റെ കറ കളഞ്ഞിട്ട് വേണം കേട്ടോ എടുക്കുക. എന്നാലേ ചെടികൾ തൈകളൊക്കെ പിടിച്ചു കിട്ടും. അല്ലെങ്കിൽ പെട്ടെന്ന് ചീഞ്ഞു പോവുക ചെയ്യുക കേട്ടോ. അപ്പോൾ ഏറ്റവും നല്ലൊരു രീതിയാണ് നിങ്ങളെ മുന്നിൽ ഈ കാണിച്ചത്. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾ നമ്മളെ വീഡിയോസിൽ കമൻറ്റ് ചെയ്യുക കേട്ടോ. എന്താണ് നിങ്ങൾക്ക് സംശയങ്ങളോ ഇനി കുറ്റമോ കുറവോ എന്ത് പറയാനുണ്ടെങ്കിലും കമൻ്റായിട്ട് പറയാം. പിന്നെ അതുപോലെ തന്നെ നിങ്ങളെ പ്രാർത്ഥനയിൽ എന്നെ എൻ്റെ കുടുംബത്തിനെ പെടുത്തുക. എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ബായ്.